സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. താല്പര്യം എന്നാ അള്ളാഹ് എന്താ ചെയ്യുക? സ്വർഗത്തിലേക്ക് മനുഷ്യന്മാരെ എത്തൽ അള്ളാഹുവിന്റെ ഫضل കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ്. സ്വർഗത്തിലെ സ്ഥാനങ്ങൾ നിർണയിക്കുന്നത് അവരവര് ചെയ്ത കർമ്മങ്ങൾക്കനുസരിച്ചാണ്. അതാണ് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ എന്ന് പറയുന്നതിന്റെ ഒരു താല്പര്യം. ഇയാളെ ഗംഭീര സ്ഥാനത്തേക്ക് എത്തിക്കണം എന്ന് അള്ളാഹ്ക്കുണ്ട്. അയാൾക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അമൽ ഇല്ലതാണ്. അങ്ങനെയെങ്കിൽ അള്ളാഹ് എന്താ ചെയ്യുന്നത്? ആ ഉസ്താദിനെ അല്ലെങ്കിൽ ആ ആലിമിനെ, ആ സ്വാലിഹായ മനുഷ്യനെ, ആ സയ്യിദിനെ ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും. 2 ദിവസത്തേക്ക് മീഡിയക്ക് വിട്ടുകൊടുക്കും. ഉദാഹരണം പറയാം, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ മഹല്ല് ഗ്രൂപ്പിൽ വിട്ടുകൊടുക്കും. തുടങ്ങി ചർച്ച. ഉസ്താദ് പോയി പോലും അല്ലേ? പോയതല്ല, ഒഴിവാക്കിയതല്ലേ? തുടങ്ങി. ആ ചർച്ചയിൽ 28 ഹാജിക്കമാർ അവരുടെ ഭാഗധേയത്വം തെളിയിച്ചിട്ടുണ്ട്. 308 ഉംറ ചെയ്ത മനുഷ്യന്മാർ ആ ഗ്രൂപ്പിലുണ്ട്. അവരും അതിൽ സജീവമായി ചർച്ചക്ക് പങ്കെടുത്തിട്ടുണ്ട്. തീർന്നിട്ടില്ല. എല്ലാവരും പരമാവധി അതിൽ പങ്കെടുത്തു. ഡയറക്റ്റ് പങ്കെടുക്കാൻ പറ്റാത്ത സ്ത്രീകളില്ലാത്ത ഗ്രൂപ്പായതുകൊണ്ട് സ്ത്രീകൾ അങ്ങനെ ആ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭർത്താവിനോടുണ്ട്, ഭർത്താവും അത് അങ്ങോട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നാട്ടിലുള്ള 308 വീട്, മഹല്ല് 308 വീടുണ്ട്, അവരെല്ലാവരും അതിൽ പങ്കെടുത്തു. എല്ലാവരും അതിൽ പങ്കെടുത്തു. രാത്രി 12:05 ആയപ്പോൾ ആരോ ചോദിച്ചു, എന്തിനാണ് നല്ല റമദാനൊക്കെ ഫിത്നയും ഫസാദും മറ്റും സമ്മാൻ കളയണത്? എന്നാ പോട്ടെ, നിർത്തിയൊക്കെ വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചർച്ച അവസാനിച്ചു. ഇനി ഞാൻ ഇബാറത്ത് വായിക്കും. ഇദാ അറാദല്ലാഹു തആല അൻ യുർഖിയ അബ്ദൻ മിൻ അബീദിഹി ഇല ദറജാത്തിൽ ഉലാ അല്ലത്തി ലാ യബ്ലൂഹ ബിഅമലിൻ. അയാൾ കർമ്മം ചെയ്തിട്ട് ഏതായാലും ഇത്ര ഉന്നത സ്ഥാനത്തേക്ക് എത്തിക്കാൻ എന്തായാലും നടക്കൂല. അത്ര കർമ്മമൊന്നും അയാൾക്കില്ല. അയാളാണെങ്കിൽ വലിയ സ്ഥാനത്തേക്ക് എത്തിക്കണമെന്ന് അള്ളാഹ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഫറുബ്ബമ ഖയ്യദ ലഹുൽ അഅദാ, ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കും. മീഡിയയിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ കൊടുക്കും. ഫഅശാഉ അൻഹു ശൈഅൻ മിനർ റദാഇലി ഫീ ബലദിഹി ഔ ഇഖ്ലീമിഹി. അയാളെ കുറിച്ച് തെറ്റായ കുറെ വർത്തമാനങ്ങൾ നാട്ടുകാർ ഇങ്ങനെ പ്രചരിപ്പിക്കും. അങ്ങനെ പ്രചരിപ്പിച്ച് ഫയൻഖിലുല്ലാഹു തആല അഅമാലഹും അസ്വാലിഹ ഇലാ സ്വഹീഫത്തിഹി. ഈ 308 ആളുടെയും എല്ലാ കർമ്മങ്ങളും ഇയാളുടെ ഏടിലേക്ക് അല്ലാഹു മാറ്റും. ഫയുസ്ബിഹു ഫീ ലൈലത്തിൻ വാഹിദ. ആ ഒറ്റ രാത്രി കൊണ്ട് അയാൾ ആ നാട്ടിലെ ഏറ്റവും വലിയ സൂഫിയാവും. കാരണം 28 ഹജ്ജ്, 308 ഉംറ, പിന്നെ 48 പവൻ സ്വർണം സ്വതക്ക ചെയ്തത് എല്ലാം മൂപ്പരുടെ ഏടിലേക്ക് എത്തും. വഹു അക്സറുൻ നാസി അമലൻ മിൻ ഹൈസു ലാ യശ്ഉറുൽ ലദീന വഖഉ ഫീ ഗീബത്തിഹി. അയാൾ നാട്ടുകാരൊന്നും അറിയാതെ വലിയ സൂഫിയായി മാറിയിട്ടുണ്ടാവും. വഹും മഅ ദാലിക യظنون അന്നഹും അഹ്സനു ഹാലൻ മിൻഹു. നാട്ടുകാർ വിചാരിക്കുന്നത് മൂപ്പറേക്കാൾ സംഭവം നമ്മളാണ്. ആഖിറത്തിലെത്തുമ്പോഴാണ് മൂപ്പര് ഒറ്റ രാത്രി കൊണ്ട് സൂഫിയായ ഒരു ചരിത്രം അവർക്കന്ന് ബോധം തെളിയും. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഈ പണിക്ക് നിൽക്കരുത്, ഈ പിരാന്തിന് നിൽക്കരുത് എന്നാണ് നാടൻ മലയാളം പറയേണ്ടത്. പിരാന്ത് എന്നല്ല, ശരിക്കും മലയാളം ഭ്രാന്ത് എന്നാണ്. അങ്ങനെ പറഞ്ഞ ഒരു പഞ്ച് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു പിരാന്താന്ന്. ശരിക്കും നമ്മളോട് ശത്രുത ഇങ്ങോട്ടോ നമുക്ക് അങ്ങോട്ടോ ഉള്ള ആളെ ഗീബത്ത് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരം കൊടുക്കുക, നോമ്പ് കൊടുക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം. അതല്ലേ മഹാന്മാര് പറഞ്ഞത്. നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയുന്നൊരു ടേം ഉണ്ടല്ലോ, മഹാന്മാര് പറഞ്ഞല്ലോ. അഥവാ നിനക്ക് ഗീബത്ത് പറഞ്ഞാലേ നിന്റെ ഷഹവത്ത് തീരുള്ളൂ എങ്കിൽ, ആരെങ്കിലൊക്കെ ഗീബത്ത് പറഞ്ഞാലേ എനിക്ക് ഇങ്ങോട്ട് നിന്റെ പൂതി തീരുന്നുള്ളൂ എങ്കിൽ നിന്റെ ഉപ്പാനിയും ഉമ്മാനിയും പറഞ്ഞോളി. എന്നാ പിന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ കെട്ടിക്കുന്ന പോലെ സ്വത്ത് പുറത്തേക്ക് പോകില്ല. അത് ഭയങ്കര വർത്താനായി പോയി. ഇങ്ങനെ മനുഷ്യന്മാരെ ട്രോളാൻ പറ്റുള്ളൂ. ഭയങ്കര വർത്താനാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പിന്നെ എന്താ പറയേണ്ടതെന്ന് കൂടി അതിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് കൂട്ടുകാരെ, ആരെയും തുടരുത്, ഒരാളെയും ഗീബത്ത് പറയരുത് എന്ന് മാത്രമല്ല ഒരാളെ കുറിച്ച് മോശം വിചാരം നമ്മുടെ മനസ്സിൽ ഉണ്ടാവരുത്. ഒരാളെ കുറിച്ച് മോശം ചിന്തിക്കരുത്. അതാണ് അൽ മുസ്ലിം. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദി. വിവിധ റിപ്പോർട്ടുകൾ കാണാം. ഒരാളെ കുറിച്ച് മോശം വിചാരിക്കാൻ പാടില്ല.
ഷെഹ്റാൻ ഇമാം ഈ കിതാബ് എഴുതിയത് തന്നെ എന്തിനാണെന്നറിയോ? ഇതിന് വേറൊരു പേരും കൂടി മഹാൻ കൊടുക്കണ്ടല്ലോ. അൽ മൻഹജുൽ മുത്തഹർ ലിൽ ജിസ്മി വൽ ഫുആദ് മിൻ സൂഇൽ ലന്നി ബി അഹദിൻ മിനൽ ഇബാദ്. ഒരാളെയും തെറ്റിദ്ധരിക്കാത്ത ജീവിതം, ഒരാളെ കുറിച്ച് മോശം വിചാരം ഇല്ലാത്ത ജീവിതം നമുക്കുണ്ടാവും. ഒരാളെ കുറിച്ച്, വേറൊരാളെ കുറിച്ച് കാണുമ്പോൾ അയാൾ ഇന്നതിന്റെ ആളാണ് എന്ന് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഖൽബ് മോശമായത് കൊണ്ടാണെന്ന് ഷെഹ്റാൻ ഇമാമിന്റെ ഉസ്താദിൽ നിന്ന്, അഥവാ സഖരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട്. കാരണം എന്താ? നമ്മളിപ്പോ ഒരു കണ്ണാടി നോക്കിയാൽ ആ കണ്ണാടി എന്താ നമ്മളോട് പറയല്? നമ്മുടെ മുഖത്തൊരു കല ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് ആദ്യം പറഞ്ഞുതരും, അല്ലേ? അതെ, കണ്ണാടിക്ക് കണ്ണാടിയുടേതായ വർത്തമാനങ്ങൾ, ഞാൻ ഇത്ര മീറ്ററുള്ള കണ്ണാടിയാണെന്നൊന്നുമില്ല. നമ്മളെ കുറിച്ച് കണ്ണാടി പറഞ്ഞുതരും. നമ്മളുടെ എന്താണോ ഉള്ളത് അത് കണ്ണാടി പറഞ്ഞുതരും. ഹദീസിലുണ്ടല്ലോ, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ മിർആത്ത്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന് കണ്ണാടി പോലെ. അപ്പൊ ഒരു മുഅ്മിനെ കാണുമ്പോൾ തന്നെ അയാൾ മറ്റേതിന്റെ ആളാണെന്ന് തോന്നുന്നത് നമ്മളെ കുറവുകൊണ്ടാണ്. കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ കുറവാണ്, അത് നമ്മളെ മനസ്സിൽ ചീത്തയായതുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാവും. രണ്ടാളെ കണ്ടാൽ എന്തെങ്കിലും വിചാരിക്കരുത്. നമ്മൾ പാതിരാക്ക് ഒരാളെ കണ്ടാൽ വേഗം എന്തെങ്കിലും വിചാരിക്കാൻ പാടില്ല. നമ്മുടെ ഖൽബ് നന്നാകുമ്പോൾ ആരെ കുറിച്ച് മോശം വിചാരം ഉണ്ടാവും. അൽ മർഉ യഖീസു അലാ നഫ്സിന. ഒരാള് കടപ്പുറത്ത് വന്നിട്ട് പാതിരാക്കി ലഹരി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പിന്നെ അയാളെ എപ്പം പാതിരാക്കിയിലേക്ക് കൂടി പോകുന്നുണ്ടോ കണ്ടാളെ കുറിച്ചെല്ലാം മൂപ്പര് അങ്ങനെ വിചാരിക്കുള്ളൂ. കാരണം മൂപ്പരെ കിയാസാക്കിയിട്ടേ വിചാരിക്കുള്ളൂ. മൂപ്പരുടെ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് എന്ന് മൂപ്പർക്ക് തോന്നും. അപ്പൊ വേറൊരാളെ കുറിച്ച് മോശം വിചാരം നമുക്ക് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഖൽബിന് കേട് വന്നത് കൊണ്ടാണ് ആ വിചാരം വരുന്നത് എന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ഖൽബ് ശുദ്ധിയായിരിക്കണം, ഒരാളെയും മോശം വിചാരിക്കരുത്. ഈ കിതാബ് വായിച്ചാൽ നമ്മൾ പേടിച്ചു. ഇതിൽ പറയുന്നുണ്ട്, ഒരാൾ ആഖിറത്തിലെത്തിയാൽ അയാളുടെ നന്മകളെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകും. എന്താ കാരണം? എന്താ അതിന്റെ കാരണം? വമാദാമ ഫീ ബാത്തിനിൽ അബ്ദി ഔ ളാഹിരിഹി ഖസ്ലത്തുൻ വാഹിദത്തുൻ മദ്മൂമ. വേറെ ഒരാളെ കുറിച്ച് മോശം വിചാരവുമായി ഒരാൾ ജീവിച്ചാൽ ലഅല്ല ജമീഅ അഅമാലിൽ അബ്ദിൽ ഖാലിസ, ഇയാൾ ഇഖ്ലാസോടെ ചെയ്ത എല്ലാ കർമ്മങ്ങളും ആരെക്കുറിച്ചാണോ മോശം വിചാരിച്ചത് അയാൾ അള്ളാഹിനോട് പറയും, ആ കർമ്മങ്ങളിൽ എനിക്ക് വേണോ, അതെല്ലാം കൊണ്ടുപോകും. വലൗ മറത്തൻ വാഹിദ, ഒറ്റൊരു തവണ അയാളെ കുറിച്ച് നമ്മൾ മോശം വിചാരിച്ചിട്ടുള്ളൂ, അത് മതി അയാൾക്ക് നമ്മുടെ അമല് വാരിക്കൊണ്ടുപോകാൻ. അത് മതി. എന്നിട്ട് ഷെഹ്റാൻ ഇമാം വിശദീകരിക്കുക, വഅലം യാ അഖി, എന്റെ പൊന്ന സഹോദര ഇതൊന്ന് കേൾക്ക്, അന്ന കുല്ല മൻ ഫതഹ അലാ നഫ്സിഹി ബാബ സൂഇൽ ലന്നി ബിന്നാസ്, ജനങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണയുമായി മോശം വിചാരവുമായി ഒരാൾ നടക്കുന്നുണ്ടെങ്കിൽ കസറത്തു അഖ്സാമുഹു യൗമൽ ഖിയാമ, അയാൾക്കെതിരെ വാദിക്കാൻ ഈ ജനങ്ങളെല്ലാം വരും. ഫറുബ്ബമാ ഫനിയത്ത് ഹസനാതുഹു അല്ലതി യൂഫാ മിൻഹൽ ഖുസൂം, ഈ തർക്കിക്കാൻ വേണ്ടി വന്ന ആൾക്കാരൊക്കെ നിന്റെ നന്മകൾ വാരി 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 കൊണ്ടുപോയി നിന്റെ ബാലൻസ് മുഴുവൻ എംപ്റ്റി ആവും, വട്ടപൂജ്യാവും. സുമ്മ വലഉ അലൈഹി മിൻ സയ്യിആതിഹിം, പിന്നെ അവരുടെ MDMഉം ആ തെറ്റുകുറ്റങ്ങളും നിനക്കിട്ട് തരും നിന്റെ തലയിൽ. നീ ഇന്നേ വരെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, നീ ഏതോ ഒരു കുട്ടിനെ കുറിച്ച് അങ്ങനെ വിചാരിച്ചോണ്ടതാ അയാളുടെ തെറ്റുകുറ്റങ്ങൾ നിന്റെ പേരടിക്കിടുന്നു. വഖുദിഫ ബിഹി ഫിന്നാർ, എത്രയോ നല്ല കർമ്മങ്ങൾ ചെയ്ത നിന്നെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയും. എന്താ കാരണം? നീ നാട്ടുകാരെ കുറിച്ച് മോശം വിചാരവുമായി നടന്ന ആളാണ്. ആര് ഗീബത്ത് പറഞ്ഞിട്ടൊന്നുമില്ല, കേട്ടിട്ടുമില്ല, പക്ഷെ നിന്റെ ഖൽബിൽ ഓരോരാളെ കുറിച്ചും മോശം വിചാരം. എന്നിട്ട് ഷെഹ്റാൻ ഇമാം നമ്മളെ ഉത്ബോധിപ്പിക്കുകയാണ്, വമിനൽ മഅലൂം, എടാ മോനെ നിനക്കറിയില്ലേ, അന്ന അമാല അംസാലിന, നമ്മളെ പോലത്തെ ഈ ദുർബലരായ മനുഷ്യന്മാരുടെ ഇബാദത്ത് ലാ യകാദു യതഹസ്സലു ലനാ മിൻഹാ ശൈഉൻ യസിലു ഇല ദാരിൽ ആഖിറ, സ്വർഗത്തിലേക്ക് എത്താൻ മാത്രമൊന്നും നമുക്ക് കർമ്മങ്ങളില്ല, എങ്ങനെയല്ലോ പൊട്ടിയതും പൊളിഞ്ഞതും ഒപ്പിച്ചു കൊണ്ടുപോകുന്നതാണ് എന്ന് നമുക്ക് തന്നെ അറിയില്ലേ.
ലികഥറതി മാ യുദ്ഖിലുഹാ മിനൽ ആഫാത്തിൽ മുഹ്ബിത്തത്തി ലഹാ. കുറെ പൊട്ടി പൊളിഞ്ഞ ഇബാദത്താന്ന് നമുക്കറിയാലോ. എന്നിട്ട് ഈ പൊട്ടി ഇബാദത്ത് തന്നെ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ എന്തിനാ പൊന്നുമോനെ നീ ഈ ദുനിയാവിൽ ജീവിച്ചതും കർമ്മങ്ങൾ ചെയ്തതും? നമ്മളോട് എന്തൊരു സ്നേഹം കൊണ്ടാ ഷെഹ്റാൻ ഇമാം ഇത് ചോദിക്കണത്. അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടുത്തെ ബർക്കത്തുകൊണ്ട് നമ്മളെ അള്ളാഹു നന്നാക്കട്ടെ. വലിയ സൂഫിയായ മഹാനാണ്, 300-ലധികം കിതാബ് എഴുതിയ വലിയ മഹാനാണ്. എന്നിട്ട് പറയാം, വസമഅതു സയ്യിദി അലിയൻ അൽ ഖവാസ് റളിയല്ലാഹു അൻഹു, എന്റെ ഉസ്താദായ അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. യഖൂൽ, എന്താ പറയുന്നത്? മൻ ഫതഹ അലാ നഫ്സിഹി ബാബ സൂഇൽ ബിന്നാസ്, നാട്ടുകാരെ കുറിച്ച് മോശം വിചാരം ഉള്ള ഒരാൾ ആണെങ്കിൽ അയാൾ എപ്പോ എല്ലാരെ കുറിച്ച് മോശം വിചാരം, പക്ഷെ ആരും മീവത്തെന്ന് പറയില്ല. ഇങ്ങനെ മുന്നോട്ട് അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും, പക്ഷെ എല്ലാരെ കുറിച്ചും എപ്പോഴെങ്കിലും അയാളോട് ഒന്ന് തുറന്നു വെച്ചാൽ, സതേ ഈ നാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്, ഞാനൊന്നും പറയുന്നില്ല, പറയുകയാണെങ്കിൽ കുറെ ഗീബത്ത് പറയേണ്ടി വരും. വാർത്ത ചുരുക്കത്തിൽ നിന്ന് അതിന് പറയല്, ബ്രീഫ്ലി എക്സ്പ്ലനേഷൻ. എങ്ങനെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ടാവും, അതിനെ ആയല്ലോ ഫുള്ള്. അങ്ങനെ നാട്ടുകാരെ കുറിച്ച് മോശം വിചാരവുമായി നടക്കുന്ന മനുഷ്യൻ അയാളുടെ മുഴുവൻ രഹസ്യവും പൊളിച്ച് നാറ്റിയിട്ടല്ലാതെ അള്ളാഹു ഈ ദുനിയാവൊന്നും മൂപ്പരെ മരിപ്പിക്കൂല. ദുനിയാവിലായാലും വൽ ആഖിറ, ആഖിറത്തിലായാലും അയാൾ വഷളാവും. അയാളെ ലഗേജ് കൊണ്ടുവന്നിട്ട് ഇത്രയും അമ്പിയാക്കൾ ഔലിയാക്കളെ മുമ്പെന്ന് വഷളാക്കിയിട്ടല്ലാതെ അയാൾ മരിക്കൂല, അയാൾ ആഖിറത്തിലെത്തൂല. അതുകൊണ്ട് ഈ പണിക്ക് നമ്മൾ നിൽക്കുക, നല്ല വിചാരമായിട്ട് പോവാ, ആരെ കുറിച്ച് മോശം വിചാരിക്കരുത്. ഇതന്നെ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്തുനിന്ന് ദർസ് പഠിച്ചപ്പോൾ ഗംഭീരം. ഇതാകെ 2 പേജേ ഞാൻ വായിച്ചിട്ടുള്ളൂ, അതിന് 1-ാം വള്ളിയെത്തും. നമ്മൾ ആരെക്കുറിച്ച് മോശം വിചാരിക്കരുത്, നമ്മുടെ ഖൽബ് നന്നാക്കണം. പ്രത്യേകിച്ച് ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, തങ്ങന്മാരെ തൊടാൻ പോകരുത്. അഹ്ലു ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് സഞ്ചരിക്കുന്നവരാണ്. ആലിമീങ്ങൾ റസൂലുള്ളാഹിന്റെ അനന്തര സ്വത്തായ ഇൽമ് കൈകാര്യം ചെയ്യുന്നവരാണ്. വഹാബികൾ അങ്ങനെ പലതും പറയും, അതിലൊന്നും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമ്മുടെ അമൽ ആർക്കും കൊടുക്കരുത്. അല്ലെങ്കിൽ തന്നെ കഷ്ടപ്പെട്ട് ചെയ്തതാണ് ഈ വെയിലത്തുള്ള നോമ്പും രാത്രിയുള്ള തറാവീഹൊക്കെ, അതാർക്കും നഷ്ടപ്പെടുത്താൻ നമ്മൾ വകവെച്ചു കൊടുക്കരുത്. മൂന്നാമത്തത് എന്ത്? മൂന്നാമത്തത് ഒരാളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന മൂന്നാമത്തെ തെറ്റ്, മോശമായി മരിക്കാൻ സാധ്യതയുള്ള മൂന്നാമത്തെ തെറ്റിനെ കുറിച്ച് ദഖീറത്തുൽ ഖൈർ എന്ന ഗ്രന്ഥം പറയുകയാണ്, അൽ കലാമു ഇൻദ സമാ.